Hi everyone, welcome back. So Anvara Miss ആണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് പുതിയൊരു കോണ്ടന്റ് വീഡിയോ ആയിട്ടാണ്. യെസ്, നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താണ് ഷുക്കൂർ സുന്ദരനാണല്ലേ. പണ്ട് നമ്മൾ മിസ്സൊക്കെ എന്താണ് ഒരു 7th 8th ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പാട്ടായിരുന്നു ഷുക്കൂർ സുന്ദരനാമ. ഒരു വല്ലാത്ത സംഭവം എന്നുള്ളൊരു അടിപൊളി പാട്ടുണ്ടായിരുന്നു. ദാറ്റ് യു ക്യാൻ ചെക്ക് ഇൻ യൂട്യൂബ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ടൈറ്റിൽ എടുത്തത് ഷുക്കൂർ സുന്ദരനാണെന്നുള്ള ടൈറ്റിൽ ഞാൻ എടുത്തത് അല്ലേ. നമുക്ക് അഡ്ജക്റ്റീവ് പഠിക്കാം ഷുക്കൂർ സുന്ദരൻ എന്നതിൽ വെച്ചിട്ട്. എന്തുകൊണ്ടാണ് മിസ് ആ ഒരു പ്രയോഗം എടുത്തത്? അപ്പൊ നോക്കി നിങ്ങൾ, ഷുക്കൂർ എന്നുള്ളത് നമുക്കൊരു പേരാണ്. സുന്ദരനാണെന്ന് നമ്മൾ ആരെ പറ്റിയാ പറയുന്നത്? നമ്മുടെ ഷുക്കൂറിനെ പറ്റിയാ അല്ലെ. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് വെക്കുക. ഞാനൊന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, adjectives അല്ലേ. യെസ്, adjectives ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്. സോ എന്താണ് ആക്ച്വലി adjectives? വാട്ട് ഈസ് എൻ അഡ്ജക്റ്റീവ്? അപ്പം നമ്മൾ എന്താണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ നൗൺ പഠിക്കും, നമ്മൾ വേർബ് പഠിക്കും, അഡ്ജക്റ്റീവ് പഠിക്കും, അഡ്വേർബ് പഠിക്കും, നമ്മൾ അല്ലേ. ഇങ്ങനെ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിലൊക്കെ പഠിക്കാറുണ്ട്. അതിലൊന്നാണ് അഡ്ജക്റ്റീവ്. എന്താണ് അഡ്ജക്റ്റീവ്? അത് ആദ്യം നമുക്ക് പഠിക്കാം. നോക്കിയേ നിങ്ങളെ, adjective is a word that describes a noun or a pronoun. adjective എന്ന് പറയുന്നത് എന്താണ്? It is a word. അതൊരു വാക്കാണ്. ഓക്കെ, adjective എന്ന് പറയുന്നത് അതൊരു വാക്കാണ്. that describes, അത് എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അത് എന്ത് ചെയ്യുന്നുണ്ട്? വർണ്ണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് അധികമായിട്ട് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തിനെയാണ് അത് വർണ്ണിക്കുന്നത്? noun. നോക്കി, describes a noun. noun എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, that is name അല്ലേ, പേര്. ഓക്കെ, അപ്പോ ഒരു പേരിനെയോ അതേപോലെ ഒരു പ്രൊനൗൺ. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പേരിന് പകരം ഉപയോഗിക്കുന്നില്ലേ. ഇപ്പൊ എൻ്റെ പേര് ഞാൻ പറഞ്ഞു എന്താണ്? അൻവറ. അത് ഞാനിപ്പോഴും എപ്പോഴും എന്താണ്? അൻവറ ലൈക്സ് ഐസ്ക്രീം, അല്ലെങ്കിൽ അൻവറ ലൈക്സ് മൈ ലവ്സ് മൈ ചിൽഡ്രൻ, അങ്ങനെയല്ലേ പറയാം. ഞാൻ എന്താ പറയാ? മൈ ചേർക്കും. കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്ത് പറയും? ഐ എന്ന് പറയും. ഇപ്പൊ ഞാൻ പറയണ രാജു ഈസ് എ ഗുഡ് ബോയ്, രാജു നല്ല മോനാ. ഞാൻ വീണ്ടും പറയോ? രാജു ഈസ് സ്റ്റഡിങ് ഇൻ 5th സ്റ്റാൻഡേർഡ്, രാജു ലവ്സ് ഹിസ് പാരന്റ്സ്. നോ, രാജു മിസ് എന്ത് ചെയ്യില്ല, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യില്ല. പിന്നെ മിസ് എന്താ ഉപയോഗിക്കാം? ഹി ലൈക്സ്, ഹി ലവ്സ് ടു ട്രാവൽ, ഹി ലൈക്സ് ടു റൈഡ് ബൈക്ക്. നമ്മൾ ഹി എന്ന് ഉപയോഗിക്കും. അപ്പൊ നമുക്കറിയാം എന്താണ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? പേരിന് പകരം ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോ ഒരു പേരിനെയോ അതേപോലെ പ്രൊനൗണിനെയോ വർണ്ണിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിച്ച് മനസ്സിലാക്കി തരാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ എന്ത് പറയും? അഡ്ജക്റ്റീവ് എന്ന് പറയും. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് വിശേഷണം എന്ന അർത്ഥമാണുള്ളത്. വിശേഷണം, അലങ്കരിക്കാൻ, നമ്മൾ എന്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുക, ആലങ്കാരികമായിട്ട് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ചുവപ്പ് ഉടുപ്പുണ്ട് അല്ലേ, എലിഗന്റ് ഡ്രസ്. ഓക്കെ, നമ്മളിവിടെ ഡ്രസ്സ് എന്ന് പറയുന്നതാണ് നമുക്കറിയാം ഇവിടുത്തെ പേര് അല്ലേ. ആ ഒരു ഒബ്ജക്റ്റിന്റെ പേര് എന്താണ്? ഡ്രസ്സ്. പക്ഷെ എങ്ങനെയുള്ള ഡ്രസ്സാണ്? എലിഗന്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഡ്രസ്സിന് ഒന്ന് ഇവിടെ വർണ്ണിച്ചു കൊടുത്തു. എന്താണ്? വെറും ഒരു ഓർഡിനറി അല്ല, ദിസ് ഇസ് എൻ എലിഗന്റ് ഡ്രസ്, ദാറ്റ് ഇസ് അഡ്ജക്റ്റീവ്. നോക്കിയേ നിങ്ങൾ, ഇതൊരു പക്ഷിയാണ്, ദിസ് ഇസ് എ ബേർഡ് അല്ലേ. പക്ഷെ നമ്മൾ ആ ബേർഡിനെ ഒന്നും കൂടി വർണ്ണിച്ച് പറയാണ്, എന്താണ്? ബ്ലൂ ബേർഡ്. നമ്മൾ അതിന് എന്താണ് ഒന്നുകൂടി ഒന്ന് മൊഞ്ചാക്കിയിട്ട് പറഞ്ഞു, ബ്ലൂ ബേർഡ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ ഇവിടെ, ഓ യെസ്, നോക്കിയേ സ്നാക്സ് ആണ് അല്ലേ. പക്ഷെ നമ്മളിവിടെ എന്താണ്? പിസയും സാൻഡ്വിച്ചും ഒക്കെ ആണ്, സോറി ബർഗർ സാൻഡ്വിച്ചും എല്ലാം ആണ്. പക്ഷെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? വെറും സ്നാക്സ് എന്നല്ല, ഹെൽത്തിയസ്റ്റ്, നല്ല എന്താണ്? ആരോഗ്യമുള്ള, പ്രോട്ടീൻ ഉള്ള ഹെൽത്തിയസ്റ്റ് സ്നാക്സ് എന്നാ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ വിശേഷിപ്പിച്ചത്. സോ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പേരിന് കൊടുക്കുന്ന വിശേഷണം. നോക്കാം, നിങ്ങൾ അടുത്ത് നോക്കിയേ, ഇവിടെ രണ്ട് ഗേൾസിനെ നിങ്ങൾക്ക് കാണാം അല്ലേ. അതിന്റെ താഴെ നിങ്ങൾ നോക്കിയേ, ക്യൂട്ട് എന്നും കൊടുത്തിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പേര് എന്താണ്? ഈ ഒരു കുട്ടിക്ക് ഒരു പേര് കൊടുക്കുകയാണ്. ഞാൻ എന്താ പേര് കൊടുക്കുന്നത്? യെസ്, എൽസ എന്ന് കൊടുക്കുക അല്ലേ. ഇത് നമുക്ക് എൽസ ആക്കാം, ഇത് എന്നെ ആക്കാം അല്ലെ, നമ്മുടെ ഫ്രോസൺ ആക്കാം. അപ്പൊ ഞാൻ പറയാണ് എൽസ ഇസ് എ ക്യൂട്ട് ഗേൾ. അപ്പൊ എൽസ എന്ന് പറയുന്ന പേരിന്റെ കൂടെ മിസ് എന്ത് ആഡ് ചെയ്തു? ക്യൂട്ട് എന്നുള്ള എന്ത് ചെയ്തു? ഒരു അഡ്ജക്റ്റീവ് ആഡ് ചെയ്തു. എൽസ എന്താണ്? വളരെ ക്യൂട്ട് ചൈൽഡ് ആണ്. അതേപോലെ തന്നെ അന്ന ഈസ് ദ, അപ്പൊ അന്ന എന്താണ്? അന്ന ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അങ്ങനെയാണെങ്കിലോ അന്ന വളരെ ബ്യൂട്ടിഫുൾ ഗേൾ ആണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, ഇവിടെ എന്തുണ്ട്? രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുക അല്ലെ, ബോയ്. അപ്പൊ ഞാൻ പറയാണ് രാജു, നമ്മൾ പറയാണ് രാജു, ദിസ് ഇസ് രാജു. ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ശംഖു എന്ന് വിളിക്കാം. നല്ല പേരിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ് കേട്ടോ, ശംഖു. പണ്ട് ഞാനൊരു എന്താണ് ഒരു യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു, ശിങ്കു മങ്കു എന്നായിരുന്നു പേര്. ഓക്കെ, ഇപ്പോഴും ഉണ്ട് അത്, പക്ഷെ ഉപയോഗിക്കാറില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ശംഖു എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന എന്റെ ശിങ്കു മങ്കു അക്കൗണ്ട് ആണ്. ലീവ് ദാറ്റ്. അപ്പൊ നോക്കൂ, രാജു എന്താണ്? രാജു എങ്ങനെയാണ് ഓടുന്നത്? രാജു റൺസ് ഫാസ്റ്റ്. രാജു
പെട്ടെന്ന് ഓടാണ്. രാജു റൺസ് ഫാസ്റ്റ്. ഓക്കെ, ദെൻ ഹി റൺസ് എന്താണ് സ്ലോ. ആരാ ഓടുന്നത്? മൂപ്പർ എന്ത് ചെയ്യാണ്? നമ്മുടെ ശംഖു എന്താണ്? ഹീസ് എ സ്ലോ ബോയ്. ആൾ കുറച്ച് എന്താണ് സ്ലോ ആണ്. നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ, കോൾഡ് ആൻഡ് ഹോട്ട് അല്ലേ. നമ്മൾ പറയാം ദ ഐസ് ബ്ലോക്ക്. ഇത് നോക്കിയേ, ഇതൊരു ഐസ് ബ്ലോക്ക് ആണ് അല്ലേ. നമ്മൾ പറയാം ദ ഐസ് ബ്ലോക്ക് ഈസ് ടു കോൾഡ് അല്ലേ. ഭയങ്കര തണുപ്പുണ്ട്, അത് ഒട്ടും എന്ത് ചെയ്തിട്ടില്ല, മെൽറ്റ് ചെയ്ത് വരുന്നില്ല. ദിസ് ഇസ് ടു കോൾഡ്. അപ്പം നമ്മൾ ഐസ് എന്ന് പറയുന്ന ആ ഒരു നൗൺ എന്ത് ചെയ്യാണ്? അതൊരു വിശേഷണം കൊടുക്കാണ്. ആ ഐസ് തൊടല്ലേ, അത് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. നോക്കിയേ, നമ്മൾ ഹോട്ട് എന്ന് പറയുന്നത് അതേപോലെ ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പം ഞാൻ പറയാണ് ദ ടീ ഈസ് ടു ഹോട്ട്. എന്താണ് ഈ ചായ? എന്തുണ്ട്? നല്ല ചൂടുണ്ട്. അപ്പൊ ചായ എന്ന് പറയുന്ന പേരിന് നമ്മൾ എന്ത് ചെയ്തൊരു വിശേഷണം കൊടുത്തു. സോ ദാറ്റ് ഈസ് എൻ അഡ്ജക്റ്റീവ്. ദ ടീ ഈസ് ടു ഹോട്ട് അല്ലേ. എന്താണ്? സോ കാൻ't drink, കുടിക്കാൻ പറ്റൂല, നല്ല ചൂടുള്ള ചായ ആണ്. അപ്പൊ നോക്കി, ഇതൊക്കെ എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ, ബിഗും ഉണ്ട് സ്മോൾ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? എലിഫന്റ് എന്ന് പറയുന്ന നൗണ് നമുക്ക് എന്ത് പറയാം? യെസ്, എലിഫന്റ് നമുക്ക് എന്ത് കൊടുക്കാം? ദിസ് ഇസ് എന്താണ്? നമ്മുടെ ജഗ്ഗു എലിഫന്റ്. ഓക്കെ, നമ്മുടെ ജഗ്ഗു എലിഫന്റ് ആണ്. ജഗ്ഗു എലിഫന്റ് എന്താണ്? ബിഗ് എന്ന് നമുക്ക് പറയാം അല്ലേ. ജഗ്ഗു എലിഫന്റ് എന്താണ്? ഭയങ്കര തടി, എന്താണ് തടിയൊക്കെ ഉണ്ട്, ആള് ഭയങ്കര ഭീമാകരനാണ്, ആള് വലിയ എന്താണ്? വലിയൊരാളാണെന്ന് പറയാല്ലേ. പക്ഷെ നമുക്ക് എന്തറിയാം? നമ്മുടെ ജെറിക്കുട്ടനുണ്ട് ഇവിടെ അല്ലേ, ജെറി ഉണ്ട്. നമ്മൾ എന്ത് പറയും? നമ്മുടെ ജഗ്ഗു ബിഗ് ആണെങ്കിൽ എന്താണ്? നമ്മുടെ ജെറി എന്താണ്? ഹി സ്മോൾ അല്ലേ, ചെറുതാണ്. അപ്പൊ ജെറി ഈസ് എ സ്മോൾ ആനിമൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇതെന്താണ്? ജെറി ഈസ് സ്മോൾ ഇൻ സൈസ് നമുക്ക് പറയാം അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ജെറി എന്ന് പറയുന്ന പേരിനൊരു വിശേഷണം കൊടുക്കുകയാണ്. നെക്സ്റ്റ് വൺ നോക്കിയേ നിങ്ങൾ, ഇവിടെ നോക്കിയേ, രണ്ട് ബോയ്സ് അല്ലേ. ഒരാൾ തിന്നാണ്, ഒരാൾ ഫാറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോക്കിയേ, ഇവിടെ മീറ്റ് അവർ ഷിങ്കു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഷിങ്കു. ഓക്കെ, ഷിങ്കു ഇസ് തിൻ. ഷിങ്കു എന്താണ്? വളരെ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ദിസ് ഇസ് മങ്കു. ഓക്കെ, മങ്കു എന്താണ്? വളരെ ഫാറ്റ് ആണ്. സോ മങ്കു ഈസ് എന്താണ്? ഫാറ്റ് ആണ്. അപ്പൊ എന്താണ്? നമ്മുടെ ഷിങ്കു വളരെ മെലിഞ്ഞവനും മങ്കു എന്താണ്? വളരെ തടിച്ചിട്ടുള്ള ആളുമാണ്. അപ്പൊ ഷിങ്കു മങ്കു എന്നുള്ള പേരിന് നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെ ഒരു വിശേഷണം കൊടുക്കാണ്. സോ ഇറ്റ് ഈസ് അഡ്ജക്റ്റീവ്. ഓക്കെ, നമ്മളൊരു നൗണിനെ വിശേഷിപ്പിച്ച് അതിനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മൾ അതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, ashamed ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് പറയാം ദ ബോയ് ഈസ് ashamed. അവൻ എന്താണ്? ഭയങ്കര നാണം നിൽക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യത്തിൽ എന്തുണ്ട്? ആൾക്ക് ഇങ്ങനെ എന്തോ ഒരു കുറവായിട്ട് നിൽക്കുന്നുണ്ട്. നോക്കിയേ, ദ ബോയ് ലുക്സ് ഇറിറ്റേറ്റഡ്. ഈ ബോയ് എന്താണ്? ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് കാണുന്നു. അവൻ എന്താണ്? നോർമൽ, അവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് കാണുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഓ ദ ബോയ് ലുക്സ് ഹോപ്പ്ലെസ്. അവന് പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുന്നു. ഇവിടെ നോക്കിയേ, ദേ ലുക്ക് വറീഡ്. അവർ നോക്കുക, അവർക്ക് എന്തോ കുഴപ്പമുണ്ട്. ദേ ലുക്ക് വറീഡ്. അവരാകെ എന്താണ്? വറീഡ് ആയിട്ട് കാണും. അപ്പൊ നോക്കി, ഇവിടെയൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എന്താ? പ്രൊനൗൺ ആണല്ലേ. നമ്മളിവിടെ ഹി എന്നാണ് പറഞ്ഞത്, ഹി എന്ന് യൂസ് ചെയ്തു. നമ്മളിവിടെ ദേ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പ്രൊനൗൺ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? ആലങ്കാരികമായിട്ട് പറഞ്ഞു. പ്രൊനൗൺ നമ്മളൊന്ന് വർണ്ണിച്ചിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ നിങ്ങൾ, സ്ട്രോങ്ങും ഉണ്ട് വീക്കും ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് നമ്മുടെ തോറാണെന്ന് പറയാം അല്ലേ. നമ്മളെ നായകന്മാരുണ്ടായിക്കോട്ടെ. ഇത് നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഹൾക്ക് ഫാൻസ് ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്യാനാണ്? തൽക്കാലം വേറൊരു വഴിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് പറയും? ദ തോർ ഈസ് സ്ട്രോങ്. തോർ എന്താണ്? ഭയങ്കര സ്ട്രോങ് മസിൽ മാൻ ആണ്. പക്ഷെ ഹൾക്ക് എന്താണ്? തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഹൾക്കിന് ഞാനൊന്ന് വീക്ക് ആക്കാണ്. ഹൾക്ക് ലുക്സ് എന്താണ്? വീക്ക് ഹിയർ. അപ്പൊ നമ്മൾ തോറിനും ഹൾക്കിനും ഇവിടെ എന്ത് ചെയ്തു? അഡ്ജക്റ്റീവ് കൊടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, ഇവിടെ ദേ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ഓട്ട മത്സരക്കാരില്ലേ, ദ റാബിറ്റ് ആൻഡ് ദ ഫേമസ് ടോട്ടോയ്സ്. നമുക്കറിയാം റാബിറ്റ് എന്ത് ചെയ്യും? ഫാസ്റ്റ് ആണ്. ആൻഡ് ടോട്ടോയ്സ് എന്താണ്? വെരി സ്ലോ. ദ റാബിറ്റ് ഈസ് ടു ഫാസ്റ്റ് അല്ലേ. ആൻഡ് ടോട്ടോയ്സ് എന്താണ്? എ ബിറ്റ് സ്ലോ ആണ്. അപ്പൊ നമ്മൾ പേരിന്റെ കൂടെ ഇങ്ങനെ വർണ്ണിച്ച് പറയുന്നതിന് നമ്മൾ എന്ത് പറയാ? അഡ്ജക്റ്റീവ് എന്ന് പറയാം. അടുത്ത് നോക്കിയേ, ഓ ദ ബോയ് ഹീസ് എ ബാഡ് ബോയ് അല്ലേ. ഇവിടെ നമ്മൾ എന്താ പേര് കൊടുക്കാം? നമുക്ക് എന്ത് കൊടുക്കും? രാജു കൊടുക്കാം. ഇവൻ ബൈജു ആക്കുക അല്ലേ. റൈമിംഗ് വേർഡ്സ് ആയിക്കോട്ടെ. നോക്കിയേ, രാജു ഈസ് എ ബാഡ് ബോയ്. ഞാൻ പറയാണ്, രാജു ഈസ് എ ബാഡ് ബോയ്. നെക്സ്റ്റ് നോക്കിയേ നിങ്ങൾ, ബൈജു ആണെങ്കിലോ, ബൈജു ഈസ് എ ഗുഡ് ബോയ്. അപ്പൊ നമ്മൾ രാജു എന്താ? ചീത്ത കുട്ടിയാണ്, ബൈജു എന്താണ്? നല്ല കുട്ടിയാണ്. അപ്പൊ രണ്ടുപേർക്കും നമ്മൾ എന്താ? ഓരോ ക്വാളിറ്റി ഇവിടെ കൊടുക്കുന്നത് അല്ലേ. അപ്പൊ രാജു, ബൈജു. ഇവിടെ നോക്കി നിങ്ങൾ, ബാഡ് ആൻഡ് ഗുഡ് എന്നുള്ള വാക്ക് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, ഇവിടെ ബിഗറും കാണാം, ബിഗ്ഗസ്റ്റും കാണാം. അപ്പൊ നമ്മൾ വലുപ്പത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞില്ലേ. നമുക്ക് പറയാം എന്താണ്? ദിസ് ഡ്രാഗൺ ഫ്ലൈ ഹി ലുക്സ് ബിഗ് അല്ലേ. അതേപോലെ തന്നെ ഈ ഡൈനോ എന്താണ്? ദിസ് ഇസ് ഡൈനോനോ. യെസ്, എന്താണ്? ഇവരും എന്താണ്? ഇവിടെ ബിഗ്ഗർ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷെ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? നോക്കൂ നിങ്ങൾ, സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വലുപ്പത്തിന്റെ ആ ഒരു മെഷർമെന്റ് അനുസരിച്ച് പറയുന്നത്. ഇതിനേക്കാളും വലുതാണ് ഇത്, ആൻഡ് ഉള്ളതിൽ വെച്ച്
ഏറ്റവും വലുതാണ് എന്ത്? The last one അല്ലേ? നെക്സ്റ്റ് വൺ നോക്കൂ. ലൈറ്റ് ആൻഡ് ഹെവി. ദേ നമ്മുടെ ഈ ഒരു കൊച്ചു പറയാണ് സി രാധ. ഹീസ് രാജു. നമ്മുടെ മായാവിന്റെ കഥയിലെ രാജു പറയാണ് എന്താണ്? ദിസ് റോക്ക് ഇസ് ടു ഹെവി. ദിസ് ഇസ് നോട്ട് റോക്ക്, ദിസ് ഇസ് സാക്ക്. ദിസ് സാക്ക് ഇസ് ടു ഹെവി. പക്ഷെ അവള് പറയാണ് എന്ത്? ദ ബോക്സ് ഇസ് ലൈറ്റ് അല്ലേ? അപ്പൊ എന്താണ്? സാക്ക് ഇസ് ടു എന്താണ്? ഹെവി ആണ്. പക്ഷെ അവളെ കയ്യിലുള്ളത് എന്താണ്? ദിസ് ഇസ് ലൈറ്റ് അല്ലേ? അപ്പൊ അവരെന്താണ്? സാക്ക് എന്ന് പറയുന്ന നൗണിന് എന്ത് കൊടുത്തു? അഡ്ജക്റ്റീവ് കൊടുത്തു. ഇവിടെ നോക്കി, ഈ ബോക്സ് എന്ന് പറയുമ്പോൾ അവർ എന്ത് കൊടുത്തു? ലൈറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് ഇപ്പൊ ഞാൻ പറയാണ് ദ പെൻ, ദിസ് ഇസ് തിൻ പെൻ. നോക്കൂ, ഈ പെൻ ഞാൻ പറയാം വളരെ തിന്നാണെന്ന് പറയാണ്. അപ്പൊ തിൻ പെൻ എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജക്റ്റീവ് അല്ലേ? ഇപ്പൊ നമ്മൾ പറയുന്നത് ദ റോസ് ഇസ് ബ്യൂട്ടിഫുൾ. ഭംഗിയുള്ള പൂവാണ് റോസാപ്പൂവ്. അപ്പൊ റോസാപ്പൂവ് എന്ന് പറയുന്ന പേരിന് നമ്മൾ എന്ത് കൊടുത്തു? ഭംഗിയുള്ളത് എന്നുള്ളൊരു അഡ്ജക്റ്റീവ് നമ്മളെ വകങ്ങ് കൊടുത്തു അല്ലേ? അപ്പൊ ആ ഭംഗിയുള്ളത് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവും റോസാപ്പൂവ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് നൗൺ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കിയേ. യെസ്, രണ്ട് പൂച്ചകളുണ്ട്. ഒരാളെന്താണ്? ഡ്രൈ ആണ്. രണ്ടാമത്തെ ആളെന്താണ്? വെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം എന്താണ്? ദ കാറ്റ് ഇസ് ഡ്രൈ ആൻഡ് ദിസ് വൺ ഇസ് എന്താണ്? ഇറ്റ് ലുക്സ് വെറ്റ് അല്ലേ? ഒരാളെന്താണ്? ഡ്രൈ ആണ്, ഒരാൾ നനഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പൂച്ചയെ എന്താണ് പറഞ്ഞിരിക്കുക? ഇത് നനഞ്ഞ പൂച്ചയാണ്. ഇത് എന്താണ്? നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന പൂച്ചയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇവിടെ എന്താണ്? ദിസ് ഇസ് ഫ്രഷ് അല്ലേ? ദിസ് ഇസ് ഫ്രഷ്. പക്ഷെ ദിസ് ഇസ് എന്താണ്? ബാഡ് ആണ് അല്ലേ? റോട്ടൺ, ചീങ്ങിട്ടുണ്ട്, ഇതിൽ പുഴൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? ദിസ് ഇസ് എ ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് ദിസ് ഇസ് എ റോട്ടൺ വൺ അല്ലേ? ചീങ്ങിട്ടുണ്ട് അല്ലേ? ബാഡ് ആണ് കണ്ടീഷനില്. അതും എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. നോക്കിയേ, നമ്മൾ ഈ ഒരു രണ്ട് വ്യക്തികളെ കുറിച്ച് ഇവിടെ എന്തുണ്ട്? ദിസ് ഇസ് എൻ ഓൾഡ് മാൻ. എന്തിനുള്ള ആളാണ്? കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആളാണ്, കുറച്ച് പ്രായമുള്ള ആളാണ്, ഓൾഡ് മാൻ ആണ്. പക്ഷെ ഇവർ രണ്ടുപേരും എന്താ? ദേ ആർ യങ്. അവർ രണ്ടുപേരും ചെറുപ്പക്കാരാണ്. അപ്പൊ നമ്മൾ അവരെന്ത് വിളിച്ചു? ചെറുപ്പം എന്ന് വിളിച്ചു. ഈ മാൻ എന്ത് വിളിച്ചു? ഓൾഡ് എന്ന് വിളിച്ചു. അപ്പൊ ഓൾഡ് മാൻ, ദേ ആർ യങ്. അവരൊക്കെ എന്താ പേര് നമ്മൾ എന്ത് കൊടുക്കാണ്? ഓരോ വിശേഷണം കൊടുക്കാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഈ ബാസ്കറ്റ് ഒന്ന് എന്താണ്? ദ ബാസ്കറ്റ് ഇറ്റ് ഈസ് എംപ്റ്റി. ഒന്ന് കാലിയാണ്. എന്താ അവിടെ കാലിയുള്ളത്? വാട്ട് ഈസ് എംപ്റ്റി? ദ ബാസ്കറ്റ് ഈസ് എംപ്റ്റി. വാട്ട് ഈസ് ഫുൾ? ദ അതർ ബാസ്കറ്റ് ദാറ്റ് ഈസ് ഫുൾ അല്ലേ? അപ്പൊ ഒന്നിൽ എന്തുണ്ട്? ഫുള്ളാണ്, അത് അതിന്റെ ക്വാളിറ്റി ആണ്. മറ്റേത് എംപ്റ്റി ആണ്, അതും അതിന്റെ ക്വാളിറ്റി ആണ്, അതിന്റെ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ബാസ്കറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ, ആ പേരിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് മോഡിഫൈ ചെയ്യാണ്. ഓക്കെ, വി ആർ മോഡിഫൈങ് ദാറ്റ് ആൻഡ് ഗിവിങ് എൻ എക്സ്ട്രാ മീനിങ്. നമ്മൾ അതിന് കൂടുതൽ അർത്ഥങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. ദ ട്രീ ഈസ് ലോങ് ആൻഡ് ദിസ് ഇസ് എ ഷോർട്ട് ട്രീ. ഒന്ന് വലിയ മരമാണ്, ഒന്നെന്താണ്? ചെറിയ മരമാണ്. അപ്പൊ മരം എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ, ആ ഒരു നൗണിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും മോഡിഫൈ ചെയ്തു. ഒന്ന് വലിയ മരമാണ്, ഒന്ന് ചെറിയ മരമാണ്. ലോങ് ട്രീ, ഷോർട്ട് ട്രീ. ലോങ് ബോയ്, ഷോർട്ട് ബോയ്. ടോൾ ബോയ്, ഷോർട്ട് ബോയ്. ഇതൊക്കെ നമ്മൾ പറയാം അല്ലേ? ടോൾ ബിൽഡിംഗ് അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ പറയും അല്ലേ? സോ നമ്മളൊരു പേരിനെ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളെ, ഒരു പേരിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡിനെ നമ്മൾ എന്താ പറയാ? വി കോൾ ഇറ്റ് ആൻ അഡ്ജക്റ്റീവ്. അതിന് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. ഒരുപാട് എക്സാമ്പിൾ എന്ത് ചെയ്തു? നമ്മളിവിടെ പഠിച്ചു അല്ലേ? അപ്പൊ ഇന്ന് അഡ്ജക്റ്റീവ് എന്ത് ചെയ്തു? നിങ്ങൾ പഠിച്ചു. നിങ്ങൾ എന്താ 5th സ്റ്റാൻഡേർഡ് എത്തിയ അഡ്ജക്റ്റീവ്, അഡ്വർബ് ഒക്കെ എന്താണെന്നും വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ എന്താ പഠിക്കേണ്ട സമയമായി. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിന്റെ കപ്പാസിറ്റി കൂട്ടി കൊണ്ടുവരാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ? അതിലേക്ക് എന്താണ്? one more video I contributed. Soon I will be back with more interesting videos like this. കൂടുതൽ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് മിസ് എന്ത് ചെയ്യും? വീണ്ടും വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ കാണുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അഡ്ജക്റ്റീവും അഡ്വർബും ഒക്കെ എപ്പോഴും കൺഫ്യൂഷൻ വരും. അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് എന്നുള്ളത് അവർ തറോ ആയിട്ട് പഠിക്കണം. സോ പ്ലീസ് എന്ത് ചെയ്യുക? യു പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. എല്ലാവർക്കും ഷെയർ ചെയ്യുക. So soon I will be back with new videos. Till that, you all take care. Thank you so much.